പാഠം 957. ഭാഗ്യം വരുന്ന വഴി. സർക്കാർ ഉദ്യോഗസ്ഥർ ജോലിയിൽ ഉത്തരവാദിത്വവും കൃത്യനിഷ്ഠയും കാണിക്കണമെന്നും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വരുന്നവരോട് മാന്യമായി പെരുമാറണമെന്നും മുഖ്യമന്ത്രി. സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ജീവനക്കാർക്ക് വേണ്ടിയല്ല, പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിമാരായാൽ ഇങ്ങനെ വേണം. എന്താണ് രാവിലെ വലിയ സന്തോഷത്തിലാണ് തോന്നുന്നു? എങ്ങനെ സന്തോഷിക്കാതിരിക്കും? മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നീ വായിച്ചോ? സർക്കാർ ആഫീസുകൾ ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബസ്വത്തല്ലെന്നും പൊതുജനങ്ങളെ സഹായിക്കാനായി സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളാണെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതൊക്കെ പണ്ട് അങ്ങനെ തന്നെയല്ലേ. പക്ഷെ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണല്ലോ അതെല്ലാം മാറ്റിമറിച്ചത്. ആഫീസിൽ ന്യായമായ കാര്യങ്ങൾക്ക് വരുന്നവരോട് കൈക്കൂലി ചോദിക്കുക, അന്യായമായ ആവശ്യങ്ങൾക്ക് വരുന്നവരെ പിൻവാതിലൂടെ സഹായിക്കുക, ഇതൊന്നും പോരാഞ്ഞിട്ട് ആഫീസിൽ വരുന്ന സാധാരണക്കാരോട് ധിക്കാൻ. ഇതൊക്കെയാണല്ലോ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു രീതി. ചില ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ എല്ലാവരും നീ ആ കൂടുതൽ പെടുത്തല്ലേ. ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായും ആത്മാർത്ഥമായും ജോലി ചെയ്യുന്ന എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഉദാഹരണത്തിന് മോഹൻ സാർ. ഞാൻ വില്ലേജ് ഓഫീസറായതിനു ശേഷം എന്നെങ്കിലും 10 മണിക്ക് വില്ലേജ് ഓഫീസ് തുറക്കാതിരുന്നിട്ടുണ്ടോ? 5 മണിക്ക് മുമ്പ് ആഫീസ് അടച്ച് സ്ഥലം വിട്ടിട്ടുണ്ടോ? ഒറ്റ രൂപ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ? ന്യായമായ കാര്യങ്ങൾക്ക് വന്ന ആരുടെയെങ്കിലും ആവശ്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോ? ഓരോ സേവനങ്ങൾക്കും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ എല്ലാവരുടെ കാര്യങ്ങളും നടത്തി കൊടുത്തിട്ടില്ലേ? കേരളത്തിലെ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എന്നെപ്പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുമ്പോ നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടായി മാറും. മോഹനേട്ടൻ കൈക്കൂലി വാങ്ങില്ല, സമയത്ത് ആഫീസ് ചെല്ലും എന്നൊക്കെ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തില് മോഹനേട്ടൻ എന്താ പറയാനുള്ളത്? എന്താ? സർക്കാർ ആഫീസിൽ വരുന്നവരോട് ഉദ്യോഗസ്ഥര് മാന്യമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞ കാര്യത്തില്. വില്ലേജ് ഓഫീസിൽ വരുന്നവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാനും അവരെ ഭീഷണിപ്പെടുത്താനും മോഹനേട്ടൻ ആരാ അധികാരം തന്നത്? അതാണോ മാന്യമായ പെരുമാറ്റം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല. ആലോചിച്ച് നോക്ക്, ഇന്നലെ എന്താ ഓഫീസിലുണ്ടായിരുന്നു? നല്ല ഓഫീസിൽ എന്താ ഉണ്ടായത്? നീ എന്താ പറഞ്ഞിട്ട് പോകുന്നത്? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവാത്തിട്ട് എന്താണുള്ളത്? സർക്കാർ ഓഫീസിൽ വരുന്നവരോട് മാന്യമായിട്ട് പെരുമാറണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയൊരു സംഭവമായിട്ടാണല്ലോ മോഹനോട് കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മോഹനേട്ടന്റെ ആഫീസിൽ വരുന്നവരോട് മോഹനേട്ടനും മാന്യമായിട്ട് പെരുമാറണം എന്നാണ് ഞാനും പറഞ്ഞത്. ഞാൻ എല്ലാവരോടും മാന്യമായിട്ടാണല്ലോ പെരുമാറുന്നത്. ഈ മാന്യത എന്താണെന്ന് തീരുമാനിക്കുന്നത് മോഹനേട്ടനാണെന്ന് മാത്രം. ഇന്നലെ ആഫീസിൽ വന്ന ആ ദിനേശനോട് മോഹനേട്ടൻ എങ്ങനെയാ പെരുമാറിയത്? ദിനേശനോടോ? ഓ, തീരെ ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല. കളപ്പുരയിലെ ദിനേശൻ ഇന്നലെ കരം തീർക്കാനായിട്ട് വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. കൂട്ടത്തിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റുള്ള ഒരു അപേക്ഷയും തന്നു. ആ ദിനേശനോട് മോഹനേട്ടൻ എങ്ങനെ പെരുമാറി എന്നാണ് ഞാൻ ചോദിച്ചത്. ദിനേശ, ഇതാ കരം തീർത്ത രസീത്. കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷയുടെ കൂടെ മുന്നാധാരം ഇല്ല, അതും കൂടെ വേണം. ഇനിയും വേണോ കടലാസ്? എന്റെ കാഞ്ഞിര സാറേ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ആ സ്ഥലം എന്റെ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ എന്താ സർട്ടിഫിക്കറ്റ് തന്നാലേ? അങ്ങനെ ദിനേശന്റെ സൗകര്യത്തിന് സർട്ടിഫിക്കറ്റ് തരാനുള്ള സ്ഥലമല്ല വില്ലേജ് ഓഫീസ്. മുന്നാധാരത്തിന്റെ പകർപ്പ് ഇവിടെ കിട്ടാതെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഞാൻ രാവിലെ സാറിന്റെ വീട്ടിൽ കൊണ്ട് വന്നാ പോരെ? വീട്ടിൽ വരുന്നോണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ കോലത്തിലാണോ വീട്ടിലേക്ക് വരുന്നത്? ഇതിലെന്താ സാറേ കുഴപ്പം?
എന്താണ് കുഴപ്പം? ഒരുമാതിരി സർക്കസിലെ കോമാളിയെ പോലെ ഇങ്ങനെ വേഷം കെട്ടി നടക്കാൻ ദിനേശന് നാണമില്ലേ? കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഈ കോലം? എന്നെ പോലെ മാന്യമായി വസ്ത്രധാരണം ചെയ്താൽ മറ്റുള്ളവർക്ക് സ്നേഹവും ബഹുമാനം തോന്നുന്നു അല്ലേ? ദിനേശനോട് ഇങ്ങോട്ടൊക്കെ ദിനേശനോട് എനിക്ക് തോന്നുന്നത് പുച്ഛമാണ്, പുച്ഛം. ഒരു കേസിന്റെ കാര്യത്തിന് കരം തീർത്ത രസീത് കൊണ്ടുവരാൻ ഞാനാണ് ആ ദിനേശനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഉച്ചകഴിഞ്ഞ് രസീതുമായിട്ട് ദിനേശൻ വന്നപ്പോഴാണല്ലോ ഞാൻ സംഭവങ്ങളൊക്കെ അറിയുന്നത്. ഇതിൽ ഞാൻ എന്താണ് ഭാമയെ മോശമായി പെരുമാറിയത്? മാന്യമായി വസ്ത്രം ധരിച്ചു വരണം എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ആളുകൾ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. എന്ത് വസ്ത്രം ധരിക്കണമെന്ന് അവരോട് പറയാൻ മോഹനേട്ടൻ ആരാണ് അധികാരം തന്നിട്ടുള്ളത്? മോഹനേട്ടന്റെ പ്രവൃത്തികളൊക്കെയാണ് ശരിയെന്ന് കണ്ട് മറ്റുള്ളവരെല്ലാം മോഹനേട്ടനെ അനുസരിച്ചു കൊള്ളും എന്നൊരു വിചാരമുണ്ട് മോഹനേട്ടന്. അത് ന്യായമല്ല മോഹനേട്ട. മോഹനേട്ടൻ എടുത്ത് ഈ ഷർട്ട് മുണ്ടോ കാറ് പഴഞ്ചനാണെന്നുള്ള അഭിപ്രായമുള്ള എത്രയോ ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. അവർ പറഞ്ഞിട്ട് ഉടനെ മോഹനേട്ടൻ ഡ്രസ് മാറ്റുമോ? ഞാൻ മാന്യമായാണ് വസ്ത്രം ധരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് മാന്യമായ വസ്ത്രധാരണം എന്ന് മോഹനേട്ടൻ തീരുമാനിക്കുമെന്ന് മറ്റുള്ള ആളുകളെല്ലാം അതനുസരിച്ചോളാം. ഒരു വില്ലേജ് ഓഫീസറുടെ പണി ചെയ്താൽ മതി. മോഹനേട്ടൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നേ എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ പോലെയാ. ഉത്തമ വിളിക്കുന്നുണ്ട്. ഇനി കുറച്ചു നേരം ഉത്തമനെ പോയി മാന്യത പഠിപ്പിക്കും. ചെല്ല്. നമസ്കാരം സാർ. നമസ്കാരം. സാറിനെ കണ്ടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ ദിവാരം വില്ലേജ് ഓഫീസിൽ വന്നിരുന്ന ഏത് ദിവാരം? ബ്ലേഡ് കമ്പനി നടത്തുന്ന ദിവാരനെ. നമസ്കാരം. വന്നിരുന്നു. ആ ദിവാരന് സാറിന് തമ്മിൽ വല്ല പ്രശ്നമുണ്ടാ? അല്ല, അങ്ങനെ ഒരു സംസാരം കേട്ട അവിടെയൊക്കെ സാറ് ദിവാരനും തമ്മിൽ ആഫീസിൽ വെച്ച് എന്തോ തർക്കം ഉണ്ടായെന്നോ, സാറ് ദിവാരനെ ആഫീസിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ. അത് ശരി. അപ്പൊ ഇന്നലത്തെ ദിവസം കംപ്ലീറ്റ് കൊടുക്കായിരുന്നു അല്ലേ? ദിനേശനെ മാത്രമല്ല ഇപ്പൊ മര്യാദ പഠിപ്പിച്ചത്. സാറേ, എന്തായിരുന്നു ദിവാരനുമായിട്ടുള്ള പ്രശ്നം? ദിവാകരന് നല്ല അടിയുടെ കുറവാ. വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ദിവാകരന് സ്ത്രീധനം കിട്ടിയതാണെന്നാണ് ദിവാകരന്റെ വിചാരം. സാറ് കാര്യം എന്താന്ന് വെച്ചാ പറ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ദിവാകരൻ ആഫീസിലേക്ക് വന്നു. സാറ് വിചാരിച്ച പോക്കൊരു നടക്കും. സാറ് സഹായിക്കണം. ഞാൻ വിചാരിച്ചാൽ പോക്കൊരു നടക്കുമായിരിക്കും, പക്ഷെ ഞാൻ വിചാരിക്കില്ല. സർക്കാർ പുറമ്പോക്ക് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് പോക്കുവരവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കെ മോഹനകൃഷ്ണൻ വില്ലേജ് ഓഫീസർ ആയിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് വില്ലേജ് ഓഫീസറിൽ കയറി വന്നാൽ ദിവാകരൻ എന്റെ മറ്റൊരു മുഖം കാണും. സാർ ശരിക്കും ആലോചിച്ചിട്ടാണോ? ഇക്കാര്യത്തിൽ ഇനി എനിക്കൊന്നും ആലോചിക്കാനില്ല. മേലിൽ ദിവാകരൻ ഇനി ഇവിടെ കാണരുത്. ഇറങ്ങാ. സാറിന് എന്നെ പറ്റി ശരിക്കും അറിയില്ലെന്ന് തോന്നുന്നു. ഓ, ഭീഷണിപ്പെടുത്തുന്നു. എങ്കിൽ പിന്നെ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ദിവാകരൻ ഇറങ്ങുന്നത് ഞാൻ പോലീസിനെ വിളിക്കണോ? ഇറങ്ങാ. കൊള്ളാം. സർക്കാർ ഓഫീസ് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ സ്വത്താണ് എന്ന് വലിയവായി വർത്താനം പറയും. എന്നിട്ട് വില്ലേജ് ഓഫീസ് കയറി വരുന്നയാളെ അവിടെ നിന്ന് ഇറക്കി വിടും. ഇത് എവിടെ തന്നെയാ എന്റെ മോനട്ടാ? ആ ഓഫീസിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യത്തിന് ആരും ദിവാകരൻ വന്നതെങ്കിൽ ഇറക്കി വിടില്ലായിരുന്നു. നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിന് വരുന്ന ഒരാളെ ഓഫീസിലെത്തേണ്ട കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ അതുവഴി പോകുന്ന നാട്ടുകാരൊക്കെ ഒരു കാര്യവുമില്ലാതെ ഇത് ഞങ്ങളുടെ ഓഫീസാണ് എന്ന് പറഞ്ഞ് കയറിയിരുന്ന ഞങ്ങൾക്ക് അവിടെ ജോലിയുണ്ട്. സത്യത്തിൽ ദിവാകരൻ ഇന്നലെ ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന പരിപാടിയാണ്. വേണമെങ്കിൽ എനിക്ക് കേസ് കൊടുക്കാമായിരുന്നു. അപ്പൊ ഇതിനെയായിരുന്നു മുഖ്യമന്ത്രി മാന്യമായി പെരുമാറ്റം എന്ന് വിളിച്ചല്ലേ? കൊള്ളാട്ടാ, നന്നായിട്ടുണ്ട്. രാവിലെ മുതൽ എന്നെ കുറ്റപ്പെടുത്താൻ ഓരോ കാരണം അന്വേഷിച്ച് നടക്കുക. രാവിലെ മുതൽ സാറേ, ഈ പ്രശ്നേ സാറ് പറയുന്നില്ല അത്ര നിസ്സാരമല്ല. ദിവാന്റെ സ്വഭാവം അറിയാമല്ലോ, വെട്ടൊന്ന് മുറി രണ്ട്. അവൻ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ ആളെ വിട്ട് തല്ലിക്കാനോ മടിക്കൂല. അതിന് പറ്റിയൊരു ഗുണ്ടാസംഘം അവന്റെ കയ്യിലുണ്ട്. ഉത്തമ, പൊതുജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ
ദിവാകരനെ പോലെ ഒരാളെ പേടിക്കേണ്ട കാര്യം എനിക്കില്ല. അയാളോട് പോയി പണി നോക്കാൻ പറ. ആഹാ, നിന്നെ പോലുള്ളവരാണ് നമ്മുടെ നാടിന്റെ ശാപം. അന്യായമായ ഒരു കാര്യത്തെ ചോദ്യം ചെയ്ത സത്യസന്ധനായ ഭർത്താവിനെ അഭിനന്ദിക്കുന്നതിന് പകരം കളിയാക്കും. ഇന്നലെ ദിവാകരനെ ആഫീസിൽ നിന്ന് ഇറക്കി വിട്ടതിൽ എന്താണ് തെറ്റ്? ദിവാകരന്റെ കാര്യം എനിക്കറിഞ്ഞൂടാ. എനിക്കറിയേണ്ടത് ദിനേശന്റെ കാര്യമാണ്. വില്ലേജ് ഓഫീസിൽ ഒരു കാര്യം സാധിക്കാനായി വരുന്ന ഒരു സാധാരണക്കാരൻ വില്ലേജ് ഓഫീസർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കണമെന്ന് എങ്ങനെ പറയാൻ പറ്റും മോനേട്ടാ? സർക്കാർ ഓഫീസിലെന്നല്ല, എവിടെ പോകുമ്പോൾ നമ്മൾ വസ്ത്രധാരണത്തിൽ മാന്യത കാണിക്കണം. ഇത് ധിക്കാരമാണേ. ഇന്നലെ എന്നെ കാണാൻ ദിനേശൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെ വല്ലവനും പറയുന്ന കേട്ട് വസ്ത്രം ധരിക്കേണ്ട കാര്യവും നമുക്കില്ലാന്ന്. എന്താ ഇട്ടു നിൽക്കുന്നത്? ഞാനൊരു വക്കീലാണ്. എന്റെ കക്ഷിക്ക് ശരിയായ നിയമം പറഞ്ഞു കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ആ, ഇന്നലെ മോഹനോട് ശരിക്കും ദിനേശനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അത് ഞാൻ ദിനേശനോട് പറഞ്ഞു. ദിനേശൻ ഇനിയും പഴയ ഡ്രസ് തന്നെ ധരിക്കും. അതിന്റെ പേരിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാനൊന്നും മോഹനോട് വിചാരിച്ച നടക്കില്ലല്ലോ. നടക്കോ? അത് ശരി. അപ്പൊ എന്നെ ദിനേശന്റെ മുന്നിൽ അപമാനിക്കുക എന്നുള്ളത് മാത്രമാണ് നിന്റെ ഉദ്ദേശം. ശരിയാക്കി തരാം. ഹലോ, അതെ തുമ്മലാണ്. അയ്യോ ബീരനെ എവിടെയുണ്ട്? ഞാനേ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയുടെ അടുത്തെത്താറായി. ഒരു കാര്യം ചെയ്, നീ അവിടെ നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം. ശരി 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 ശരി. ഇതാര്? ദിനേശന്? നീ എങ്ങോട്ടാ ദിനേശ? ഞാൻ മോഹനകൃഷ്ണ സാറിനൊന്ന് കാണാൻ വേണ്ടി പോയത്. ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ കൊടുത്തപ്പോ അതിന് മുന്നാധാരത്തിന്റെ പകർപ്പ് വേണമെന്ന് പറഞ്ഞു. എന്താ ഉത്തമ, മുന്നാധാരത്തിന്റെ പകർപ്പ് വേണ്ടേ? മുന്നാധാരത്തിന്റെ പകർപ്പല്ലല്ലോ പ്രശ്നം. എടാ, ഈ വേഷത്തിൽ നീ മോഹനേഷ് സാറിന്റെ മുമ്പിൽ ചെന്നാലേ നിനക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയത് തന്നെ. ചെല്ല്. എന്റെ ദിനേശ, ഈ കോലത്തിൽ നിന്നെ കണ്ടു കഴിഞ്ഞാൽ മോഹനേഷ് സാറ് ഈ നൂറ്റാണ്ടിൽ നിനക്ക് സർട്ടിഫിക്കറ്റ് തരില്ല. ഇന്നലെ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴും സാറും എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞത്. പക്ഷേ അതൊന്നും കാര്യമാക്കണ്ടെന്നാ സത്യഭാമ വക്കീൽ എന്നോട് പറഞ്ഞത്. ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലിടപെടാൻ ഒരു വില്ലേജ് ഓഫീസർക്കും അധികാരമില്ലെന്നാണ് വക്കീൽ എന്നോട് പറഞ്ഞത്. മോനെ ദിനേശ, വക്കീൽ അങ്ങനെ പലതും പറയും. പക്ഷേ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരേണ്ടതേ വക്കീലല്ല, മോഹനേഷ് സാറാണ്. ഈ വേഷത്തിൽ ചെന്നാൽ നിനക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പ്രശ്നമേ ഇല്ല. എടാ, നല്ല ഷർട്ടും മുണ്ടും കൊടുത്ത് വൃത്തിയായി ചെന്നാ നിന്റെ കാര്യം നടക്കും. അല്ലെങ്കിൽ മൂക്കൊണ്ട് ഇക്ഷ വരച്ചാല് സംഗതി കിട്ടൂല മോനെ. പിന്നെ മോഹനേഷ് സാറിനെ വർഷങ്ങളായി എനിക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നിനക്ക് മനസ്സുണ്ടായി കേട്ടാ മതി, ഇല്ലെങ്കിൽ ചെന്ന് കയറി കൊടുക്ക. റെഡി ആയോ? ഇന്നെന്താ കുറച്ച് നേരത്തെ ആണല്ലോ, എന്ത് പറ്റി? മുഖം വീർത്തിരിക്കുകയാണല്ലോ. എന്ത് പറ്റി? ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദിനേശൻ ഇന്നലെ ഇട്ടതുപോലുള്ള വസ്ത്രം ധരിച്ചാണ് വരുന്നതെങ്കിൽ അയാൾ വിവരം അറിയും. അത് മോഹനേട്ടന് ചുമ്മാ തോന്നുന്ന. വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർക്ക് ഇഷ്ടപ്പെടാത്ത വസ്ത്രം ധരിച്ചു വന്നു എന്ന് പറഞ്ഞ് ഒരാൾക്കും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ദിനേശന് നിയമം പറഞ്ഞു കൊടുത്തത് ഞാനാണ്. ഇതാണ് വക്കീലന്മാർക്ക് വിവരമില്ല എന്ന് ഞാൻ പറയുന്നത്. ദിനേശിന് ഇട്ടുകൊണ്ട് വരുന്ന ഉടുപ്പിന്റെ പേരിൽ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നാലേ പ്രശ്നമുള്ളൂ. ഒരു വില്ലേജ് ഓഫീസർ വിചാരിച്ചാൽ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാൻ വേറെ 100 കാരണങ്ങളുണ്ടാവും. എന്ത് കാരണം? അത് നമുക്ക് കാണാം.
മുന്നാധാരത്തിന്റെ പകർപ്പുമായി ഇന്ന് ദിനേശൻ വരുമ്പോ ഞാൻ തീരുമാനിക്കും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കണോ വേണ്ടയോ എന്ന്. ദിനേശന് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നാൽ അതിന് കാരണക്കാരി നീയാണ്, നീ മാത്രമാണ്. അത്രയും അഹങ്കാരം പാടില്ലല്ലോ. ദിനേശനല്ലേ അത്? എത്ര മാന്യമായ വേഷവിധാനം. ആളാകെ മാറിപ്പോയി. ഹലോ, അതെ ദിനേശനാണ്. ഇത്രയും വൃത്തിയായി നടക്കാൻ അറിയാമോ? ഭാമേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തിനാ വെച്ചേക്കുന്നത്? ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. രാജേന്ദ്ര, ഞാൻ മോഹനകൃഷ്ണൻ സാറിന്റെ വീട്ടിലാ. മുന്നാധാരത്തിന്റെ പകർപ്പ് കൊടുക്കാൻ വേണ്ടി വന്നതാ. മോഹനകൃഷ്ണൻ സാറിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു അടവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ആരാ മോനെ? ഇത് തന്നെയാണ് ആള്. എന്താ എന്താ കാര്യം? കാര്യമൊക്കെ ഞാൻ ഭാമേ, പോയില്ലായിരുന്നോ? ഞാൻ പോകാം. പക്ഷേ അതിനു മുൻപ് നമ്മൾ തമ്മിൽ ചില കണക്കുകൾ തീർക്കാനോ? എന്ത് കണക്ക്? ഞാൻ ഒരു വില്ലേജ് ഓഫീസർ, നീ ഒരു വക്കീൽ, ശരിയല്ലേ? അയ്യോ, ഇപ്പൊ എന്ത് പറ്റിയൊരു സംശയം? ഈ ദിനേശൻ എന്ന് പറഞ്ഞയാൾ നിന്റെ കക്ഷിയാണല്ലോ. സാധാരണ കക്ഷികളോട് വക്കീൽ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു, കക്ഷികൾ അതനുസരിക്കുന്നു. എന്താണ് കാര്യം എന്ന് പറ. ഇന്നലെ നിന്റെ കക്ഷിയായ ദിനേശനോട് വില്ലേജ് ഓഫീസറായി ഞാൻ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് ഉപദേശിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. നിന്റെ സ്വന്തം ഭർത്താവായ എന്നെ ധിക്കരിക്കാൻ നീ ദിനേശനോട് പറഞ്ഞു കൊടുത്തു, ശരിയല്ലേ? ഇനിയാണ് നീ കാര്യങ്ങൾ അറിയാൻ പോകുന്നത്. ഈ പറഞ്ഞ ദിനേശന് നിന്നെയാണോ എന്നെയാണോ വിശ്വാസവും ബഹുമാനവും എന്ന് നിനക്കറിയണ്ടേ? വാ, എങ്ങോട്ട്? നീ വാ. എന്റെ കയ്യ് കാണിക്കാൻ നോക്ക്. നോക്ക്, അങ്ങോട്ട് നോക്ക്. ഇതെന്താ പുലി പിടിച്ചോ? നമസ്കാരം. നമസ്കാരം അനിയ. ഓട്ടോ നിന്ന് ഇറങ്ങുമ്പോ അനിയന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ കണ്ടതല്ലേ? അതെ, ഒരു കുഴപ്പമില്ലാതെ ഓട്ടോയിൽ വന്നിറങ്ങിയതാ. ആ നേരത്തൊരു ഫോൺ വന്നു. അതെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് 4-5 പേര് ചുറ്റും കൂടി. ഇത് എന്നെ ആള് എന്ന് മാത്രം പറയുന്ന കേട്ടു. പിന്നെ അങ്ങോട്ട് ഇടിയോടിടിയായിരുന്നു. എന്തിന്? അതൊന്നും ചോദിക്കാനുള്ള സാവകാശം കിട്ടിയില്ല വക്കീലേ. പടപടാന്ന് അടി കഴിഞ്ഞ് അവര് വണ്ടി കയറി അങ്ങ് പോയി. ചുമ്മാ ഒരാൾ ആരെങ്കിലും അങ്ങനെ അടിക്കൂ? ആണല്ലോ. എനിക്കറിയില്ല വക്കീലേ. ദിവാകരനോടാണോടാ നിന്റെ കളി? ദിവാകരനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ഒരുത്ത ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേട്ട്. എനിക്ക് കിട്ടേണ്ടതാ. ഏത് ദിവാകരനാണോ എന്തോ. സാർ, പിന്നെ കൊണ്ടുവന്ന മുന്നാധാരത്തിന്റെ പകർപ്പ് ഒന്നായിട്ടാണ് കൊണ്ടുവന്ന. 3 മുഴുവൻ അവന്മാര് കീറിക്കളഞ്ഞു.
സാറേ ഞാൻ ഒന്നുകൂടി പോയി മുന്നാധാരത്തിന്റെ പകർപ്പെടുത്തോണ്ട് തരാം. ഇന്നിനി വേണ്ട, അത് സാരമില്ല. എന്തായാലും മുന്നാധാരം ഉണ്ടല്ലോ, ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് തരാം. മുന്നാധാരം ദിനേശൻ പിന്നെ സൗകര്യം കൊണ്ടുവന്നാൽ മതി. വലിയ ഉപകാരം സാറേ. സാറിന് ഇത്രയും വലിയ മനസ്സുണ്ടെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായില്ല. സാർ എന്നോട് ക്ഷമിക്കണം. സാറേ എന്നാ ഞാൻ വരട്ടെ. പിന്നെ ഈ തല്ല് കിട്ടിയാലും വേറെ ആരോടും പറയുന്നും വേണ്ട. അതൊക്കെ നേരം നാണക്കേടാ. അതിന് പുറത്തിറങ്ങിയ തല്ലിയൊരു പിന്നെയും വന്നല്ലോ. ഞാൻ ഇനി ഒന്നിനുമില്ല. ഒരാഴ്ച വീട്ടിൽ റെസ്റ്റ് എടുക്കാം അല്ലേ സാറേ? വരട്ടെ വക്കീലേ, വരട്ടെ സാറേ. കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ വില്ലേജ് ഓഫീസിൽ വെച്ചുണ്ടായ വഴക്കിന് ദിവാകരൻ ഗുണ്ടകളെ വിട്ടതാണ്. വീട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഷർട്ട് മുണ്ട് വിടുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ദിവാകരൻ. കൃത്യസമയത്ത് ഷർട്ട് മുണ്ട് വിട്ട് ദിനേശൻ ഗേറ്റിൽ വന്ന് നിന്നതുകൊണ്ട് മോഹനേട്ടന്റെ കിട്ടേണ്ട അടി ദിനേശന് കിട്ടി. പോണ്ട, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയെന്ന് കരുതി ദിവാരം പാവം ഉണ്ടായിരുന്നോളല്ലോ. നമ്മളെന്തിനാ പാവത്തിനെ വീണ്ടും പ്രവർത്തിക്കുന്നു? വീണ്ടും വീണ്ടും പാവം ദിനേശൻ. ഇതുകൊണ്ടൊക്കെയാവും മോഹനകൃഷ്ണൻ ഷർട്ടിനെയും മുണ്ടിനെയും ഒരുപാട് സ്നേഹിക്കുന്നത്. വസ്ത്രധാരണത്തിലെ ചിട്ട കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.